കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലമാണ്. വികസന മുന്നേറ്റങ്ങൾ നാടാകെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ എറണാകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും കാതലായ മാറ്റങ്ങളാണ് നടക്കുന്നത്. കാണാം നവകേരളം നവമുന്നേറ്റത്തിലൂടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തെ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന ചിന്താഗതിയാണ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ TJ വിനോദിനുള്ളത്. എറണാകുളം നിയോജക മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ ഇപ്പോൾ 5 വർഷക്കാലം പൂർത്തീകരിക്കാൻ പോയി. രണ്ടാമത്തെ ടൈമിൽ 5 വർഷക്കാലം പോയി. 2019 ഞാൻ ആദ്യമായി MLA വരുന്നത്. IB ഈഡൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രഥമ പരിഗണന. ഒട്ടേറെ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും ആത്മവിശ്വാസം കൈമുതലായ MLAയ്ക്ക് മണ്ഡലത്തിലെ വികസനത്തിൽ കൃത്യമായ നിരീക്ഷണവും കരുതലും ഉണ്ടെന്നുള്ളതാണ് എറണാകുളം മണ്ഡലം ഓർമ്മപ്പെടുത്തുന്നത്. കൊച്ചി താലൂക്കിൽ കൊച്ചി നഗരസഭയുടെ 26-ാം വാർഡും കണയന്നൂർ താലൂക്കിലെ ചേരാനല്ലൂർ പഞ്ചായത്തും ഇതേ താലൂക്കിൽ ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയുടെ 27 മുതൽ 30 വരെയും 32, 35 കൂടാതെ 52 മുതൽ 66 വരെയുള്ള വാർഡുകളും അടങ്ങിയിരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് എറണാകുളം. എറണാകുളം നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പൂർത്തീകരിച്ചിട്ടുള്ളത് 3 പദ്ധതികളാണ്. ഒന്ന്, എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഏകദേശം 76 കോടി രൂപ മുതൽ മുടക്കുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റും എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി രൂപയുടെ പദ്ധതിയും അതുപോലെ മോഡൽ ടെക്നിക്കൽ സ്കൂളിലെ 1 കോടി രൂപയുടെ പദ്ധതിയുമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം എല്ലാം നിർവഹിക്കുകയുണ്ടായി. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടെങ്കിലും കേവലം പ്രഹസനങ്ങൾ എന്ന് മാറി ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലൂടെയാണ് വോട്ടർമാരടക്കം കടന്നുപോകുന്നത്. വെള്ളക്കെട്ടും കുടിവെള്ളവും ഗതാഗതവും അടക്കം മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് MLA എന്ന നിലയിൽ TJ വിനോദ് ശ്രദ്ധ ചെലുത്തുന്നത്. കേവലം ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. കേരളത്തിന്റെ ഖ്യാതി ആഗോളതലത്തിൽ എത്തിക്കാൻ പ്രാപ്തമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പേരണ്ടൂർ വടുതല പാലം ദീർഘകാലത്തെ ആവശ്യമാണ്. അതിനാവശ്യമായ ഫണ്ട് നമുക്ക് കിട്ടി. അതിൻ്റെ CRZ ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണത്. അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. ഏലൂർ ചൗക്കപ്പാലം, ആ ഏലൂർ ചൗക്കപ്പാലം ഇപ്പോൾ അതിൻ്റെ റിവൈസ് എസ്റ്റിമേറ്റ്, കാരണം അതിൻ്റെ അലൈൻമെൻറ്റിൽ ഏലൂർ ഭാഗത്ത് ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിൽ ചില റിവൈസ് ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ അംഗീകാരം കിട്ടിയ ഏലൂർ ചൗക്കപ്പാലം നമുക്ക് നടത്താൻ കഴിയും. ചേരാനല്ലൂർ പഞ്ചായത്തിലെ 12 വാർഡുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. പ്രദേശത്തിന്റെ 3 പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിനാകും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അവസാനമാവുക. ഗതാഗത സംവിധാനവും മറ്റനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായും മികച്ച ഇടപെടലാണ് MLA എന്ന നിലയിൽ TJ വിനോദ് നടത്തിയിരിക്കുന്നത്.
നഗരസഭാ അംഗമെന്ന നിലയിൽ TJ വിനോദ് നടപ്പാക്കിയ പദ്ധതികളുടെ തുടർച്ചയാണ് MLA എന്ന നിലയിൽ അദ്ദേഹം നടപ്പാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നമുക്കറിയാം, ചേരാനല്ലൂർ പഞ്ചായത്ത് കൂടി കൊച്ചി കോർപ്പറേഷനിലെ 10-12 വാർഡും ചേരാനല്ലൂർ പഞ്ചായത്ത് കൂടി ചേരുന്നതാണ് എൻ്റെ നിയോജകമണ്ഡലം. അപ്പോൾ ചേരാനല്ലൂർ പഞ്ചായത്തിലെ ദീർഘകാലമായി ഈ ഒരു ജനങ്ങളുടെ ആവശ്യമായിരുന്നു അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. 10-30 വർഷക്കാലമായി ആ പ്രദേശത്തെ നിരന്തരമായി ജനങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടമാണ് കുടിവെള്ള പ്രശ്നം. അപ്പോൾ അത്തരം ഒരു പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഏകദേശം 27 കോടി രൂപ മുടക്കി തമ്മനത്ത് നിന്ന് പുതിയ ലൈനിട്ട് വാടത്തോടിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഓവർഹെഡ് ടാങ്കിൽ വെള്ളം എത്തിച്ച് അതിലൂടെ ചേരാനല്ലൂർ പഞ്ചായത്തിലെ 12 വാർഡുകളിൽ ഇന്ന് സുലഭമായി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ ചാരിതാർത്ഥത്തോട് സൂചിപ്പിക്കുന്നു. KSRTC ബസ് സ്റ്റേഷൻ നവീകരണത്തിനായി 12 കോടി രൂപ അനുവദിച്ചു. വർഷങ്ങളായി വെള്ളക്കെട്ട് നേരിടുന്ന KSRTC സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പുതിയ സ്റ്റേഷൻ പണി തീരും വരെയുള്ള താൽക്കാലിക സ്റ്റേഷനായി 80 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. നമുക്കറിയാം KSRTC ബസ് സ്റ്റാൻഡ് വളരെ നാളായി നഗരത്തിൻ്റെ ഏറ്റവും ശോചനീയമായ, കേരളത്തിലെ തന്നെ ഏറ്റവും മോശമായി കിടക്കുന്നൊരു KSRTC ബസ് സ്റ്റാൻഡാണ്. അത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി അത് നമുക്ക് 12 കോടി രൂപ നിരന്തരമായി MLA എന്നുള്ളത് ഞാനും MPയും അതുപോലെ കൊച്ചി മേയറും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ്റെ ബോർഡ് യോഗത്തിലും അവരെ സിറ്റി ലെവൽ കമ്മിറ്റിയിലും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 12 കോടി രൂപ അനുവദിച്ചു. അത് ഒരുപാട് നൂലാമാലകളിൽ കിടന്ന ഒരു പദ്ധതിയാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് KSRTCയും മൊബിലിറ്റിയും 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കം, ആ തർക്കത്തെ തുടർന്ന് 100 പ്രശ്നങ്ങളിലൂടെ അത് മുന്നോട്ട് പോയി ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം മൊബിലിറ്റി ഹബിൻ്റെ ബോർഡ് യോഗം കൂടി അതിൻ്റെ DPRന് അപ്രൂവൽ കൊടുത്തു. ഇനി അതിൻ്റെ തുടർ നടപടികൾ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. നിലവിലുള്ള അത് നിർമ്മിക്കുന്നത് വരെ നിലവിലുള്ള KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ CSR ഫണ്ട് ലഭ്യമാക്കുന്നുള്ള ശ്രമവും നടത്തി നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് വരുന്നവരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ ഭാഗം കൂടിയായ താന്തോന്നിത്തുരുത്തിലെ വെള്ളപ്പൊക്കം പരിഹരിക്കാൻ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായി ഔട്ടർ ബണ്ട് നിർമ്മിക്കാൻ കോടികൾ മുടക്കിയുള്ള വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. പ്രധാനപ്പെട്ട റെയിൽവേ ROB വടുതല അറ്റ്ലാന്റിക്ക 3 കോടിയിലേറെ രൂപ, മഹാരാജാസ് രാജ്യാന്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് 9.5 കോടി രൂപ തുടങ്ങിയവ അനുവദിച്ചതും വികസന പ്രവർത്തനങ്ങളിലെ നാഴികക്കല്ലുകളാണ്. താന്തോന്നിത്തുരുത്ത് നമ്മുടെ നഗരത്തിൻ്റെ ഭാഗമാണ്. താന്തോന്നിത്തുരുത്ത് കൊച്ചി കോർപ്പറേഷൻ ഏരിയയാണ്. അവിടെ 10-80ഓളം കുടുംബങ്ങൾ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്കാറ്റേഡായ ഒരു ഏരിയയാണ്. ആ പ്രദേശത്ത് ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിന് 2016 ജില്ല ഫണ്ട് അനുവദിച്ചാണ്. പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. ഇപ്പോൾ അത് നമ്മുടെ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട 2 റെയിൽവേ ROBകൾ, ഒന്ന് വടുതല ROBയും അറ്റ്ലാന്റിസ് ROBയും ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം അതിനാവശ്യമായ ഭൂമി മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള വടുതല ROBയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ആദ്യത്തെ ടെൻഡറിൽ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. അതുകൊണ്ട് വീണ്ടും അത് ടെൻഡർ വെച്ചിരിക്കുകയാണ്. നമ്മുടെ അറ്റ്ലാന്റിസ് ROB അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുകയാണ്.
ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത്. ചേരാനല്ലൂർ ആയുർവേദ ആശുപത്രി വികസനത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 5 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വൻകിട പദ്ധതികൾക്ക് MLA ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന തുകയും പ്ലാൻ ഫണ്ടും സർക്കാർ ഇതര പദ്ധതികളിലുമായി എറണാകുളത്ത് കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഗ്രാമീണ റോഡുകൾ, അംഗനവാടികൾ, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയ്ക്കുമായി മണ്ഡലത്തിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലം വികസനത്തിന്റെ അതിവേഗ പാതയിലാണ്. ദീർഘവീക്ഷണമുള്ള ഇടപെടലുകളും നിരീക്ഷണങ്ങളും വികസനങ്ങളും ഒത്തുചേരുമ്പോൾ കൊച്ചി അല്ല, എറണാകുളം പഴയ എറണാകുളമല്ലാതായി മാറും. ചേരാനല്ലൂർ പഞ്ചായത്തിൽ നമ്മൾ അവിടുത്തെ PH സെൻ്ററിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഒരു നിലകൂടി നിർമ്മിച്ച് അവിടെ നമ്മൾ ഒരു പുതിയ ആശുപത്രിക്കുള്ള PH സെൻ്ററിൻ്റെ സൗകര്യങ്ങൾ ഏകദേശം 1 കോടി രൂപയ്ക്കടുത്ത് ചിലവഴിച്ച് നിർമ്മിക്കണം പൂർത്തീകരിച്ചു. ചേരാനല്ലൂർ നമ്മുടെ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അവിടെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു. ചിറ്റൂർ ഗവൺമെൻറ് LP സ്കൂളും അതുപോലെ ചേരാനല്ലൂർ ഗവൺമെൻറ് സ്കൂളിലും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. എളമക്കരയിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ 5 കോടി രൂപ മുടക്കി പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണം നടത്താൻ കഴിഞ്ഞു. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലം വികസനത്തിന്റെ അതിവേഗ പാതയിലാണ്. ദീർഘവീക്ഷണമുള്ള ഇടപെടലുകളും നിരീക്ഷണങ്ങളും വികസനങ്ങളും ഒത്തുചേരുമ്പോൾ എറണാകുളം പഴയ എറണാകുളം അല്ലാതായി മാറും. വികസന നേട്ടങ്ങളിൽ ഇന്ത്യക്ക് മാതൃകയായി കേരളം വളരുകയാണ്. വികസനം, ആരോഗ്യ സംരക്ഷണം, കാർഷിക സമൃദ്ധി, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ രംഗങ്ങളിലും കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ അഭിമാനകരമായ രീതിയിൽ മുന്നേറുകയാണ്. ആലുവ നിയമസഭാ മണ്ഡലത്തിലെ വികസന മുന്നേറ്റം നവകേരളം നവമുന്നേറ്റത്തിലൂടെ കാണാം. എറണാകുളം ജില്ലയിലെ ആലുവ മുനിസിപ്പാലിറ്റി ആലുവ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങമനാട്, ചൂർണിക്കര, എടത്തല, കാഞ്ഞൂർ, കീഴുമാട്, നെടുമ്പാശ്ശേരി, ശ്രീമൂലനഗരം എന്നീ പഞ്ചായത്തുകൾ അടങ്ങിയതാണ് ആലുവ നിയമസഭാ മണ്ഡലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അൻവർ സാദത്താണ് നിലവിൽ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്നത്. നമസ്കാരം. ആലുവ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി വർക്കുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രോജക്റ്റുകളാണ് നമുക്ക് കൂടുതൽ പൈസ അനുവദിച്ചത്. അത് ചെങ്ങമനാട് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി അനുവദിച്ചുകൊണ്ട് നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് നമുക്ക് പണിയാൻ സാധിച്ചു. ഇന്ന് കുട്ടികൾ അതിൽ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ചൊവ്വരയിലും അത് 1 കോടി രൂപയുടെ പദ്ധതിയാണ്. കുട്ടമശ്ശേരിയിൽ നമുക്ക് അനുവദിച്ചത് 3 കോടി രൂപയാണ്. പിന്നെ എടത്തല നമുക്ക് ഇതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി അനുവദിച്ചു. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ SC കുട്ടികളുടെ ഹോസ്റ്റലിന് വേണ്ടി പൈസ അനുവദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിഫ്ബി മുഖാന്തരം സ്കൂളുകൾക്ക് ഇത്രമാത്രം ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത് ആ സ്കൂളുകൾക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്.
ആലുവ മണ്ഡലത്തിൽ റോഡ് അനുബന്ധ വികസനങ്ങൾക്കായി 97 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കി കഴിഞ്ഞത്. ഖരമാലിന്യ സംസ്കരണത്തിനായി 8 കോടി രൂപയുടെ പദ്ധതികളും മണ്ഡലത്തിൽ നടപ്പിലാക്കി. സാമൂഹ്യക്ഷേമ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി 32 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി. കാർഷിക മേഖലയിൽ 12 കോടി രൂപയും കുടിവെള്ള പദ്ധതിക്ക് 11 കോടിയിലധികം രൂപയും ആരോഗ്യ ശുചിത്വ മേഖലയിൽ 20 കോടിയിലധികം രൂപയും മണ്ഡലത്തിൽ ഇതിനോടകം ചിലവാക്കി കഴിഞ്ഞു. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ പൊറയർ ROP ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് അതിന് ഇതുപോലെ ഫണ്ട് അനുവദിച്ച് അത് ടെൻഡർ നടപടി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിവിധ പദ്ധതികൾക്ക് ഇപ്പോൾ ആലുവ മൂന്നാർ റോഡ്, ആലുവ പെരുമ്പാവൂർ റോഡൊക്കെ ഇപ്പോൾ പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. അതൊക്കെ അലൈൻമെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് പായി നിൽക്കുന്നു. ഫണ്ടൊക്കെ അതിൻ്റെ മറ്റൊരു ഇതിൻ്റെ നടപടി പൂർത്തിയാക്കുമ്പോൾ തരുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിൽ 10 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചു കഴിഞ്ഞത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 1250-ലധികം വീടുകൾ ആലുവ മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചു. മണ്ഡലത്തിൽ 553 അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഉള്ളതിൽ 258 കുടുംബങ്ങളെ അതിദാരിദ്ര്യ മേഖലയിൽ നിന്നും മുക്തരാക്കി. വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾക്കായും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെങ്ങമനാട്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എടത്തല, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെവ്വര, ഗവൺമെന്റ് ഹൈസ്കൂൾ കുറ്റമശ്ശേരി എന്നീ വിദ്യാലയങ്ങളുടെ നിർമ്മാണ പൂർത്തീകരണം വികസനത്തിന്റെ മറ്റൊരു മകുടോദാഹരണമാണ്. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആലുവയിലെ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണമാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ വെളിയത്തുനാട് പുതുതായി പ്രവർത്തനം ആരംഭിച്ച പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണവും ഇതിനോടകം നടന്നു കഴിഞ്ഞു. പതർച്ചയിൽ പകച്ചു നിൽക്കാതെ സുസ്ഥിര വികസനമെന്ന കാഴ്ചപ്പാടിലൂന്നി മണ്ഡലം അതിവേഗം മുന്നേറുകയാണ്. പൊതുജനക്ഷേമത്തിലും വികസനത്തിലും ഊന്നിയുള്ള കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുമുണ്ട്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ആലുവ നിയമസഭാ മണ്ഡലത്തിലെ വികസന മുന്നേറ്റം.
മാനവ വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ പാതയിലാണ് ഇന്ന് കേരളം. സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ മറികടന്നുള്ള കേരള മോഡൽ വികസനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ആലുവ നിയമസഭാ മണ്ഡലത്തിലെ വികസന മുന്നേറ്റം.